ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് പോകാനുള്ള ദുബായിലേക്ക് പോകേണ്ട ബസ് ഇതാ വന്നു. E700 ഇതാണ് നമ്പർ കേട്ടോ. ദുബായിലേക്ക് പോകുന്ന ഫുജ്റ എന്നുള്ള ബസ്സിൻ്റെ നമ്പർ എറ്റിസലാഡിലാണ് എത്തുക. E700. Burj Khalifa, Dubai Mall. The next station is Burj Khalifa, Dubai Mall. ഇത് കാണിച്ച് ഞാൻ ഈ വീഡിയോയിൽ ഇഷ്ടം പോലെ കാണിച്ചു തന്നു. എന്നാലും ഇത് മടുപ്പ് തന്നില്ല. കാരണം നോക്കിയാൽ എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ രാത്രിയിൽ. അതുമാത്രമോ ഇത് കണ്ട് എത്രയായാലും നമുക്കതിന് ഇഷ്ടം മാറില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും തന്നെ ഇത് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ദുബായിൽ നിന്ന് ഇവിടെ വന്നതിന് ശേഷം വീഡിയോസ് എടുക്കൽ കുറവാണ്. ജോലി തിരക്കുകാരനാണ് എന്നും പറഞ്ഞാൽ അതേ സ്ഥിരം പലവി പറയുന്നില്ല. പിന്നെ ഞാൻ ഇവിടുന്ന് ദുബായിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ്. മുമ്പേ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ദുബായിൽ നിന്ന് ഇവിടുന്ന് എന്താ പറയുക ബസ്സിൽ കയറി പോകുന്ന വീഡിയോ കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ മെട്രോ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് എനിക്ക് ഇന്ന് പോകേണ്ട ബിസിനസ് ബേയിൻ്റെ അടുത്ത് നമ്മളെ ബുർജ് ഖലീഫയെല്ലാം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകണം. ആ മെട്രോയിലെ കാഴ്ചകളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോഴാണ് ഞാൻ കരുതിയത് ഇവിടെ ഞാൻ പണ്ട് കാണിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഞാൻ ബസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഫുജ്റ ബസ് സ്റ്റേഷൻ. നോക്കിയാൽ എൻ്റെ പിന്നിൽ കാണുന്നതാണ് ഫുജ്റ ബസ് സ്റ്റേഷൻ. കണ്ടോ അല്ലേ? ആ കാണുന്നത് നമ്മളെ ഫുജ്റ ടൗണിലെ സിറ്റി ബസ്സാണ്. ആ കാണുന്ന ചെറിയ സിറ്റി ബസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അത് കാണിച്ചു തന്നില്ല. ബസ് സ്റ്റാൻഡിൻ്റെ പുറത്ത് മാത്രമേ കാണിച്ചു തന്നിട്ട് ദുബായിലേക്ക് പോകുന്ന വീഡിയോ ആണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇപ്പം ഞാനെന്ത് ചെയ്യുന്നു, നമ്മുടെ ഇവിടുന്ന് ദുബായിലേക്ക് പോകുന്നു ബസ് സ്റ്റാൻഡിൽ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ നോക്കുമ്പോൾ ഒരു ബസ് വരുന്നുണ്ട്. എനിക്കൊന്നും ഇത് ഷാർജയുടെ ബസ്സാണ്, ഷാർജ എമിറേറ്റിൻ്റെ. നമ്മുടെ ദുബായ് എമിറേറ്റിൻ്റെ ബസ് അവിടെ കാണുന്നുണ്ട്, ഒന്നും കാണുന്നില്ലേ? റെഡ് കളർ കാണുന്നില്ലേ? അത് പക്ഷേ അത് സ്പെയർ ബസ്സാണ്. ഇപ്പം നമുക്ക് പോകേണ്ട ബസ് ഇവിടെ വരുകയുള്ളൂ. ഇപ്പോൾ അതിന് കാത്ത് നിൽക്കുന്നതാണ്. 11:40 ബസ്. ഷാർജ ബസ്സാണ് ഈ കാണുന്നത്. ഓറഞ്ച് കളറൊക്കെ ഷാർജ ബസ്, റെഡ് കളർ ദുബായ് ബസ്. അത് കണ്ടല്ലേ? കാണാൻ ഒരേപോലെ ഉണ്ടാവും രണ്ടും അല്ലേ? ഏകദേശം വെയിലത്തായ കൊണ്ടാണ്. പിന്നെ ഇത് കണ്ട, ഇത് സിറ്റി ബസ്. ബസ്സിൽ വരുന്ന ആളുകൾ നേരെ ഈ സിറ്റി ബസ്സിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ 5 ദിറംസ് കൊടുത്തു കഴിഞ്ഞാൽ ഫുജ്റ സിറ്റിയിലേക്ക് പോകും. ഇത് ഷാർജേൻ്റെ ടാക്സിയാണ്. ഷാർജ ടാക്സി ഷാർജ എമിറേറ്റിൻ്റെ അടുത്താണ്. ഞാൻ കഴിഞ്ഞ വ്ളോഗിലെല്ലാം പറഞ്ഞല്ലോ, ഫുജ്റയുടെ അടുത്ത് ഷാർജ എമിറേറ്റും ഉണ്ട്. അപ്പോൾ ആ ഷാർജേൻ്റെ ടാക്സിയും ഇവിടെ കാണാം. കൊർഫക്കാനിലേക്ക് പോകുന്നതാണ്. ഫുജ്റയിൽ നിന്ന് കൊർഫക്കാനിലേക്ക് പോകുന്ന ഷാർജയുടെ ബസ്സാണിത്. അത് വളച്ച് പോകുന്ന നോക്കിക്കോളെ, നല്ല രസമാണ്. ഇവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോകുന്ന കാണാൻ. എങ്ങോട്ടൊക്കെ പോകേണ്ടത്? അതായത് ഇങ്ങോട്ട് പോകും. കാഴ്ചയില്ല, എടുത്തുകൂട് ബസ്സേ, സ്പീഡായിക്കൂടെ. അവിടെ നിന്ന് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നേരെ അടി തട്ടും ഉണ്ടല്ലേ. ബസ് സ്റ്റേഷൻ്റെ ഉള്ളിലൊരു കഫ്റ്റേരിയയാണേ. നോക്കിയിട്ട് എല്ലാ സ്നാക്സും കിട്ടുന്ന ഒരു കഫ്റ്റേരിയ. തൊട്ട് പിന്നിലിതാ കഫ്റ്റേരിയ. ഞാനവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ബാഗ് ഇങ്ങനെ അവിടെ വെച്ച് ഇരിക്കുക. അവിടെ ആളുകൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറയാൻ വിചാരിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് 1.5 മണിക്കൂർ കൂടുമ്പോൾ ഫുജ്റയിൽ നിന്ന് ദുബായിലേക്ക് ബസ് എറ്റിസലായിട്ടുള്ള മുമ്പേ വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ബസ് സ്റ്റേഷൻ്റെ വൃത്തി കണ്ട നിങ്ങൾ? എന്നാ വൃത്തി അല്ലേ? ബസ് സ്റ്റേഷനാണെന്ന് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ വർത്തമാനം പറയുന്നുണ്ട്. നല്ല ഒച്ചയാണ്. അല്ല, ഇത് ബസ് സ്റ്റേഷനാണെന്ന് കണ്ടാൽ പറയും ആരെങ്കിലും. കേട്ടെ, ഇത്
ഇത് ഓഫീസ്, ഇതിൻ്റെ ബസ് സ്റ്റേഷൻ്റെ ഓഫീസ് ഇതിൻ്റെ മേലെയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകേണ്ട വഴിയാണത്. വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഷാർജയുടെ അടുത്ത ബസ്സും കൂടി വന്നിട്ടുണ്ട്. എന്താ ക്ലാസ്സിൻ്റെ ഉള്ളിൽ കൂടി കണ്ടതാണ്. അടുത്ത് കാണിച്ചു തരാം. ഇതൊക്കെ കഫ്തേരിയൻ്റെ ഭാഗങ്ങളാണ്. ഇത് ആളുകൾ ഇരിക്കുന്ന സ്ഥലം, അതാ അവിടെ വെയിറ്റിംഗ്. നേരത്തെ തുടക്കം കാണിച്ചെന്നില്ലേ. അങ്ങനെ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് പോകാനുള്ള ദുബായിലേക്ക് പോകേണ്ട ബസ് ഇതാ വന്നു. E700 ഇതാണ് നമ്പർ കേട്ടോ. ദുബായിലേക്ക് പോകുന്ന ഫുജ്റ എന്നുള്ള ബസ്സിൻ്റെ നമ്പർ എറ്റിസലാട്ടിലാണ് എത്തുക. E700 ബസ് ഇപ്പത്തിന്ന് വെച്ചിട്ട് ഇപ്പം 11:10 ഉള്ളൂ. 11:40 എടുക്കുക. 11:30 മാത്രമേ തുറക്കുള്ളൂ. അതായത് ഇപ്പം ക്ലോസ് ചെയ്യും. ആയിക്കോട്ടെ, ഇപ്പം വാതിലൊക്കെ ക്ലോസ് ചെയ്യും. ഇനി 11:30 മാത്രമേ തുറക്കുള്ളൂ. ആ സമയത്ത് എല്ലാവർക്കും ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഞാൻ ഇതിൻ്റെ പുറത്തിൻ്റെ 2-3 വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങുന്നതാണ്. ആളുകളൊക്കെ ഇറങ്ങി ഇങ്ങനെ വരുന്നത് കണ്ടോ. ബസ് സ്റ്റേഷൻ്റെ പുറത്തുള്ളൊരു വ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങോട്ട് വന്ന് വെയിലത്ത് നിൽക്കുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഈ ബസ് സ്റ്റേഷൻ കഴിഞ്ഞ വർഷമാണ് 2024 ഇത് സ്റ്റാർട്ടായത്. ഇവിടെ നിന്ന് 30 ദിർഹംസാണ് നമ്മൾ ദുബായിലേക്ക് പോകേണ്ട ബസ് ഫെയർ. ഇതൊക്കെ മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഫുജ്റ സിറ്റിയിൽ എത്തില്ല. ഇവിടെ ഈ ഫുജ്റ സിറ്റീൻ്റെ പുറത്തുള്ള ഭാഗങ്ങൾ എന്താ ഫ്ലാഗ് കാണുന്നു, ദൂരത്ത് ഫ്ലാഗ് കാണുന്നില്ലേ, അതിൻ്റെ അടുത്താണ്. അതായത് ഫുജ്റ സിറ്റി എത്തുന്നതിനെക്കാട്ട് മുമ്പേ നമുക്ക് ഈ ഫ്ലാഗ് കാണാം. ഫ്ലാഗിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ബസ് സ്റ്റേഷൻ ഉള്ളത്. കണ്ടോ, ഈ ബസ് സ്റ്റേഷനുള്ളത് പിന്നെ കാണുന്നില്ലേ. അപ്പോൾ ദുബായ് എറ്റിസലാട്ടിൽ നിന്ന് മുതൽ ഇവിടത്തേക്ക് 30 ദിർഹംസാണ്. എറ്റിസലാട്ടിൽ നിന്ന് ഇവിടത്തേക്ക് 30 ദിർഹംസാണ്. നമുക്ക് ഫുജ്റ സിറ്റീൻ്റെ ഉള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കാണുന്ന മിനി ബസ്സില്ലേ, ചെറിയ മിനി ബസ്, ആ മിനി ബസ്സിൽ പോയി 5 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നേർക്ക് പോകുന്ന ഹൈവേയിൽ സ്റ്റോപ്പിൽ നിർത്തി തരും. ഇത് കണ്ടോ, ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടേഴ്സാണ്. അതായത് നമുക്ക് സ്വന്തമായിട്ടൊരു മെഷീനിൽ ടിക്കറ്റ് എടുക്കാം. അത് അവിടെ അഡ്മിൻ ഓഫീസ് അവിടെ പോയാൽ മാനുവലി നമുക്ക് പൈസ കൊടുത്തിട്ടും എടുക്കാം. അങ്ങോട്ട് വാഷ്റൂംസ് ആ കാണുന്നത്, അതിൻ്റെ ഉള്ളിൽ പോകുന്ന വാഷ്റൂംസ്. അങ്ങനെ ഇവിടെയെല്ലാം കാലിയായി. കാരണം ബസ് ഓപ്പണാക്കി, ആളുകൾ ബസ്സിൻ്റെ ഉള്ളിലേക്ക് തുടങ്ങി. അപ്പം ഞാനും കയറട്ടെ എന്നാൽ. Next stop is Etisalat bus station. അങ്ങനെ എറ്റിസലാട്ട് ബസ് സ്റ്റേഷനിലെത്തി. The next station is Financial Center. Burj Khalifa, Dubai Mall. The next station is Burj Khalifa, Dubai Mall. അങ്ങനെ ദുബായ് എത്തി. ദുബായ് മെട്രോ സ്റ്റേഷൻ ബിസിനസ് ബേ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. വീഡിയോ ഇനി എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ബസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇനി ഞാൻ ഇവിടുന്ന് ഒരു ടാക്സി പിടിച്ച് ഒരു ടാക്സിക്ക് കാത്തിരിക്കുക. ടാക്സി പിടിച്ചിട്ട് ഹബ്തൂർ സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകും. ഇന്നത്തെ 1 ഡേ ദുബായ് എൻ്റെ വീഡിയോ മൊത്തം. ടാക്സി കിട്ടി, കുറേ സമയത്തിന് ശേഷം ടാക്സി കിട്ടി. ഞാൻ ഹബ്തൂർ സിറ്റിയിലേക്ക് പോവുകയാണ്.
ഭയങ്കര ബിസി സ്ഥലമാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഹബ്തൂർ സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയേ. ഇതാണ് ഹബ്തൂർ സിറ്റിയിലെ ഹോട്ടൽ. ഉണ്ടോ? ഇത് വലിയൊരു 5 സ്റ്റാർ ഹോട്ടലാണ്. നമ്മുടെ മുതലാളിയുടെ ഞാൻ പണ്ടത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഒരു സെക്കൻഡിൽ കാണിച്ചതാണ്. അങ്ങനെ ഫുജറയിൽ നിന്ന് ദുബായ് എത്തി. ദുബായ് അൽ ഹബ്തൂർ സിറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ്, ബിസിനസ് ബേയിൽ. അവിടുത്തെ ഹോട്ടലിൽ ഇനി നമുക്ക് പോകേണ്ട ടവറിലേക്ക് ഇപ്പം കാണിച്ചിരുന്നില്ലേ, അവിടത്തേക്ക് പോവാം. ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ യാച്ച് പാർട്ടിയിലേക്കാണ് പോകുന്നത്. എന്നും കുറേ യാച്ച് പാർട്ടീൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിരുന്നു. ഇന്ന് പക്ഷേ കുറേ ഒന്നുമില്ല, കുറേ കാലമായി വീഡിയോ എടുക്കാത്തത് കൊണ്ട് കുറച്ച് ഭാഗങ്ങൾ. എന്നാൽ പിന്നെ ഇനി വൈകുന്നേരം കാണാം. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ നമ്മളൊരു യാച്ച് പാർട്ടി, നമ്മളെന്നും കാണിക്കുന്ന യാച്ച് പാർട്ടി ഇല്ലേ, അവിടത്തേക്ക് പോവുകയാണ്. അതാ നമുക്ക് എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒരു ഹായ് പറഞ്ഞേ ബ്രദേഴ്സ്. ഹലോ 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 ഹലോ. കുറേ വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുണ്ട്, എന്നാലും ഒരു രസം അല്ലേ. പക്ഷെ കൂടുതലുണ്ടാവില്ല. കട്ട് ചെയ്ത് കുറച്ച് ഭാഗങ്ങൾ. ഓക്കെ. അപ്പോൾ ഇപ്പം ഞാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുമേറ എന്ന് പറയും. ജുമേറ സ്കൂൾസിൽ ഇതാണ്. ഇവിടെയാണ് യൂട്യൂബർ അല്ലേ? അതെ അതെ. നിങ്ങൾ ഇവിടെ എത്തി? ഇത് എന്റെ കസിൻ സുമൻ. മുമ്പേ ഞങ്ങൾ അമ്പലത്തിന്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്റെ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇയാളെ ഓർമ്മയുണ്ടോ? ഇസ്മയിലിക്ക നമ്മൾ പണ്ടത്തെ വീഡിയോയിൽ വന്നിട്ട് കുറെ നമുക്ക് ദുബായിനെ കുറിച്ച് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇപ്പൊ എന്നെ ഇൻസൾട്ട് ചെയ്യാ. ഹലോ ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞോ. എമിറേറ്റ്സ് ഇന്റർനാഷണൽ സ്കൂൾ. അതെ. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം സുരേന്ദ്രൻ. ഇത് my boss. Okay. This is Sumaila. Okay. This is Mom Abdur Villa. Okay. This Abdur Villa. This is Said Road, guys. Everything okay. അപ്പോൾ ഇസ്മയിലിക്ക ഇപ്പം നമ്മളെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുകയാണ്. വീണ്ടും അങ്ങനെ നമ്മൾ ഒരു അനത്തർ യാച്ച് പാർട്ടി. അങ്ങനെ വീണ്ടും നമ്മൾ ദുബായ് മറീനിലെത്തിയിരിക്കുകയാണ്. നോക്കിയേ, നമ്മൾ അടുത്തൊരു യാച്ച് പാർട്ടി. വീണ്ടും നമ്മളങ്ങനെ അടുത്തൊരു ബോട്ട് യാത്ര. കുറച്ച് ലേറ്റ് ആയിപ്പോയി നമ്മളിവിടെ എത്തുമ്പോഴത്തേക്ക്. നീ ഫസ്റ്റ് ടൈം അല്ലേ? ഫസ്റ്റ് ടൈം അല്ലേ? എന്തായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. അടുത്തൊരു കസിൻ മിസ്റ്റർ ഋത്തിക്. ഹായ് ഗായ്സ്. ഓക്കെ, നമ്മളിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ദുബായ് മറീന കാണിക്കുന്നത്. ഓക്കെ, ഇത് വേറെ സ്ഥലമാണ്. ദുബായ് മറീനിൻ്റെ വേറെ സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ് ഞാൻ. നോക്കൂ. യെസ്. ഓക്കെ, അങ്ങനെ രാവിലെ ക്യാമറയിലേക്ക് നോക്കണോ? ദുബായിൽ തുടങ്ങിയതാണ്. വാവ്, എന്താണ് നമ്മുടെ യാച്ചിലാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ യാച്ച്. ഇത് കാണിച്ച് ഞാൻ ഈ വീഡിയോയിൽ ഇഷ്ടം പോലെ കാണിച്ചു തന്നു. എന്നാലും ഇത് മടുപ്പ് തന്നില്ല. കാരണം നോക്കിയാൽ എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ രാത്രിയിൽ. അതുമാത്രം ഇത് കണ്ട് എത്രയായാലും നമുക്കതൊരു ഇഷ്ടം മാറില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും തന്നെ ഇത് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, വാവ്. അങ്ങനെ 2ാം കഴിഞ്ഞ് 3ാമത്തെ നമ്മുടെ യാച്ച് പാർട്ടിയിലെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്.